ഇന്നത്തെ ആ ഒരു ഒറ്റ വഴക്കുകൊണ്ട് സിബിൻ്റെ ധൈര്യം മൊത്തം ചോർന്നൊലിച്ചില്ലതായിരിക്കുകയാണ് കേട്ടോ. അതായത് സിബിൻ പറഞ്ഞ ഇങ്ങനെയാണ്, ഞാൻ ഇനി മേലാൽ അവളുമായിട്ട് ഒരു പ്രശ്നത്തിനും പോകത്തില്ല, അവളുടെ ഒരു പ്രശ്നത്തിനും ഞാൻ ഏറ്റുപിടിച്ച് കണ്ടന്റ് ഉണ്ടാക്കാനും പോകില്ല. അവൾ ഇനി എൻ്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ട, ഞാൻ ജീവിതത്തിൽ അവളുമായിട്ട് ഒരു റിലേഷൻ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അവളെ കാണുക പോലും വേണ്ട. അവളുണ്ടാക്കുന്ന ഒരു ഭക്ഷണം എനിക്ക് കഴിക്കാനും വയ്യ. അവളിപ്പോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കത്തതുമില്ല. എനിക്ക് പകരം നിങ്ങൾ ആരെങ്കിലും വല്ലതും ഉണ്ടാക്കി തരണം. ഇതാണ് നമ്മുടെ സിബിൻ പറയുന്നത്. സത്യത്തിൽ നാണക്കേട് തോന്നുവാണ്. ഇതുപോലത്തെ ഒരു മനുഷ്യനെ കുറേ ആൾക്കാർ ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര മൈൻഡ് ഗെയിമറാണ്, ആനയാണ്, ചേനയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ആരെങ്കിലും ഒന്ന് ചെറിയൊരു ബോംബ് തിരിച്ചിട്ടാൽ മതി, അവിടെ തീരുന്നതാണ് സിബിൻ്റെ ഗെയിം, അവിടെ തകർന്ന് വീഴുന്നതാണ് സിബിൻ്റെ ഗെയിം. ഇനി മേലാൽ ജാസ്മിനുമായിട്ട് ഇനി ഒരു കാര്യത്തിനും പോകില്ലെന്ന് പറയുന്നത്. കാര്യം ജാസ്മിൻ ഇനി ട്രിഗർ ചെയ്താൽ ഇനിയുള്ളതിനേക്കാൾ ഇരട്ടിയായിട്ട് തൻ്റെ സ്വഭാവം പുറത്തേക്ക് വരുമെന്ന് സിബിൻ അറിയാം. അതുകൊണ്ട് സിബിന് ഇനി ജാസ്മിനുമായിട്ട് ഒരു കാര്യത്തിനും പോകാൻ താല്പര്യമില്ലെന്ന്. നാണക്കേട് തന്നെ. ഇതുപോലത്തെ ഒരു മനുഷ്യനെ ഒരുപാട് പേര് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രശ്നം സിബിനെ ചില്ലറയൊന്നുമല്ല ആടി ഒലച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് സിബിൻ. ഇനി ഒന്ന് ഉയർത്തെണീക്കണമെങ്കിൽ ഈ ഒരു വീക്കെൻഡ് കഴിയണം. ലാലേട്ടൻ്റെ കയ്യിരിക്കുന്ന മൊത്തം വാങ്ങിച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് മാറ്റം കിട്ടും. കാര്യം ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, ലാലേട്ടനെ കഴിഞ്ഞ് എന്താണ് കിട്ടാൻ പോകുന്നത്, ലാലേട്ടൻ വരുമ്പോൾ ഇവിടുന്ന് എന്താണ് പറയാൻ പോകുന്നത്, ലാലേട്ടനെ കഴിഞ്ഞ് ഇവിടുന്ന് എന്ത് ശിക്ഷയാണ് വാങ്ങിച്ചു തരാൻ പോകുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും സിബിൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരെ ചൊവ്വ ഒന്നിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ പറയുന്നത് എനിക്ക് ജാസ്മിനുമായിട്ട് മിണ്ടുക പോലും വേണ്ട, ജാസ്മിൻ്റെ ഒരു കാര്യത്തിന് ഇടപെടാൻ പറ്റുന്നില്ല, അവളുടെ ഒരു കാര്യത്തിന് ഞാൻ പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാനും വരുന്നില്ല. ഇനി ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പോലും ജാസ്മിനെ കാണുക പോലും വേണ്ടെന്ന് പറയുന്നത്. ഇതാണോ പലരും പൊക്കിപ്പിടിച്ചു നടക്കുന്ന വീരശൂര പരാക്രമിയായ സിബിൻ, മൈൻഡ് ഗെയിമർ സിബിൻ, എല്ലാവരെയും തൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്ന സിബിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഘോരമായി പ്രസംഗിച്ച് പലരും കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഘോരമായി എഴുതി പിടിപ്പിക്കുന്ന സിബിൻ? എനിക്ക് തോന്നുന്നില്ല ഇതൊരു വെറും വിഡ്ഢിയായ സിബിനായിട്ട് എനിക്ക് തോന്നുള്ളൂ. ഇതൊരു ബിഗ് ബോസ് ഹൗസാണ്, ഇവിടെ ഇങ്ങനെയാണ്, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ വന്നത്. ആൾ വിചാരിച്ച് പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ട് വന്ന് ഇപ്പം ശരിയാക്കാവുന്നത്. പുറത്തുനിന്ന് വന്ന് കണ്ടിട്ട് പുറത്ത് ജാസ്മിനും ഗബ്രിയും നെഗറ്റീവാന്ന് കണ്ടുകൊണ്ട് അവരെ വന്ന് ടാർഗറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് തോന്നി. കാര്യം കൂടെ ഒരുപാട് പേർ നിൽപ്പുണ്ട്. കാര്യം എല്ലാവരോടും പറഞ്ഞു, വീക്കെൻഡ് ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവർ കട്ട നെഗറ്റീവാണെന്ന്. അപ്പം പൂർണ്ണമായിട്ട് സിബിൻ്റെ കൂടെ നിന്നു എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കുമ്പോൾ അങ്ങനെ അങ്ങ് പോയി ജാസ്മിനെയും ഗബ്രിയും പുഷ്പം പോലെ പുറത്തിറക്കാം, എന്നിട്ടെങ്കിൽ ഈ സീസണിൽ രാജാവാകാം എന്നൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ തിരിച്ച് പ്രതികരണങ്ങൾ വരുമ്പോൾ തനിക്കും ഇതേപോലെ അബദ്ധങ്ങൾ പറ്റും, ആ അബദ്ധങ്ങൾ പറ്റാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന ചിന്ത ഇപ്പോഴും സിബിനില്ല. എനിക്ക് ഇനി അബദ്ധം പറ്റാം, ആ ഒരു പേടി, ജാസ്മിൻ്റെ പേടിയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും താൽക്കാലികമായെങ്കിലും ജാസ്മിൻ്റെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് സിബിൻ. എനിക്ക് അവളെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തീർത്തും പറഞ്ഞിരിക്കുകയാണ് സിബിൻ. ലൈവിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് നമ്മുടെ സിബിൻ. എനിക്ക് ഇനി ആളെ ഭക്ഷണവും വേണ്ട, എനിക്ക് അവളെ കാണുക പോലും വേണ്ടെന്ന് പറഞ്ഞ് പവർ റൂമിൽ കയറി അടച്ചുപൂട്ടിയിരിക്കുകയാണ് ആൾ. ഇനി കണ്ടു തന്നെ അറിയാം, ഈ ഒരു വീക്കെൻഡ് കഴിയുമ്പോൾ ചിലപ്പം മാറുമായിരിക്കും. പക്ഷേ അത് വേറെ ആൾ തകർന്നടേ, ഇനി ഒന്നിനും കൊള്ളൂല. കുറച്ച് ദിവസത്തേക്ക് ഇനി തവിഞ്ഞ് നടക്കും കേട്ടോ. നമുക്ക് നോക്കാം ഇനി ഒന്ന് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.